ഹായ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കണ്ണെഴുതുന്നത്. അപ്പം ഞാനിങ്ങനെ കണ്ണെഴുതുന്നത് കാണിച്ചു തരാം. ഓക്കെ. ആദ്യമേ തന്നെ നിങ്ങളിങ്ങനെ റെഗുലറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ചെയ്ത് നിങ്ങളെ ഫേസ് സെറ്റ് ആക്കുക. അതിനുശേഷം ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കാജൽ എടുക്കുക. കാജൽ എടുത്തിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഒന്ന് എഴുതി കൊടുക്കുക. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് നമ്മളെപ്പോഴും കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാജലിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് കണ്ണെഴുതാൻ ശ്രദ്ധിക്കുക. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ സ്ഥിരമായി ഒരു സൈഡ് വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലാവും. അതായത് ഈ ഒരു ടിപ്പ് കുറച്ച് ഷാർപ്പൻഡ് ആയിട്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് എഴുതാൻ ട്രൈ ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വാല് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്പ് ഷാർപ്പനാക്കുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാമേ. അങ്ങനെ താഴത്തെ സൈഡ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക കാജൽ ഏതാണെങ്കിലും, കാജലല്ല സോറി ഐലൈനർ ഏതാണെങ്കിലും അതെടുക്കാം. എന്നിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ എഴുതി കൊടുക്കാം മുകളിലൂടെ. ഇങ്ങനെയുള്ള അബദ്ധമൊക്കെ ഇടയ്ക്ക് പറ്റും. അപ്പോൾ ഫുള്ള് ആയിട്ടില്ല. ഇനി ഒരു ചെറിയ പണികളുണ്ട്. ഇനി ഞാൻ യൂഷ്വലി വാലിട്ട് കൊടുക്കാറുണ്ട്. അതെങ്ങനെ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമ്മുടെ ഈ താഴത്തെ ഈ ഒരു ലൈൻ കണ്ടോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവിടുന്ന് മുകളിലേക്കൊരു വരയിട്ട് കൊടുക്കും. നിങ്ങളുടെ എപ്പോഴും ഈ വാലിടുമ്പോഴത്തേക്കും ബെറ്റർ ലൈക്ക് നിങ്ങളുടെ ഈ ബ്രഷിന് വളരെ തിന്നായിട്ടുള്ള ബ്രഷുള്ള ഐലൈനർ യൂസ് ചെയ്ത് വാലിടുന്നതായിരിക്കും കുറച്ചും കൂടെയും ഈ വാല് നല്ല രീതിയിൽ വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു വര വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഐലൈനർ ഓൾറെഡി മുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അവിടുന്ന് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഒന്നുമില്ല, അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയും ഒരു ലൈക്ക് പെർഫെക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഐലൈനർ കൊണ്ടുവന്ന് താഴെ കൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്തത്. ഞാൻ ചില മൂടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കാണിച്ചു തരാം എന്തായാലും. പിന്നെ നിങ്ങൾ മസ്കാര ഇടാൻ താല്പര്യം ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെയും കണ്ണിൽ ആ ഒരു ഭംഗി കൂടുതൽ തോന്നും. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ